Hi everyone, I'm Kevin, choreographer based in Kerala and also the founder of Bigfoot Dance Arena in Trivandrum. സോ ആക്ച്വലി ഡാൻസ് ഞാൻ സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ആകെ ആനുവൽ ഡേയോ അല്ലെങ്കിൽ അറിയാം അതുപോലത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കൊറിയോഗ്രാഫേഴ്സ് വരും, പഠിപ്പിക്കും, അത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ആ സമയത്ത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഡാൻസ് സ്റ്റുഡിയോയിൽ പോയി ട്രെയിനിങ് എടുക്കുക, ആരെങ്കിലും കീഴിൽ പഠിക്കുക, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ ആക്ച്വലി പണ്ട് വിടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ. പക്ഷെ ഞാൻ വേണ്ട, അങ്ങനെ പഠിക്കേണ്ട ആഗ്രഹമില്ല. കാരണം ആ സമയത്ത് ഐ വാസ് മോർ ഇൻ ടു സ്റ്റഡീസ്. കൂടുതലും പഠിക്കാനുള്ള ഒരു കുറച്ച് പഠിത്തം, കാരണം സ്കൂളിലൊക്കെ ടോപ്പർ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ചെറുക്കനായിരുന്നു. പക്ഷെ എല്ലാ ആക്ടിവിറ്റീസിലും ലൈക് കൾച്ചറൽസ് ആണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഒക്കെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ പഠിത്തമായിരുന്നു മെയിൻ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. സോ 10th വരെ ഞാൻ വയനാടായിരുന്നു. 10th കഴിഞ്ഞിട്ട് +1 +2 തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ PC തോമസിന്റെ എൻട്രൻസ് കോച്ചിങ് പ്ലസ് നിർമ്മല മാതാ സെൻട്രൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. സോ ആ ടൈമിലും ഫുള്ളി ഇൻ ടു സ്റ്റഡീസ്. അപ്പൊ അത് കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് ഫൈനലി ഞാൻ CET എത്തുന്നു. CET എത്തുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ഡാൻസിന്റെ ഒരു പ്രൊഫഷണൽ സൈഡ് കാണുന്നത്. ആ സമയത്ത് വോയിസ് ഓഫ് ഫ്രീക്സ് എന്ന് പറഞ്ഞ ടീം ഉണ്ടാവുന്നു. അതിൽ ഞാൻ എൻ്റെ കുറച്ച് സീനിയേഴ്സ്, അതിൽ മെയിൻലി എനിക്ക് പറയാനുള്ളത് ഷെബിൻ എന്ന് പറഞ്ഞ സീനിയർ, പുള്ളിയാണ് ആ ടീം സ്റ്റാർട്ട് ചെയ്യുന്നത്, വോയിസ് ഓഫ് ഫ്രീക്സ്. ആ ടീമിൽ ഞാനും ഒരു മെമ്പർ ആയിട്ട് ലൈക്ക് ഫസ്റ്റ് സീസൺ തൊട്ടേ വരുന്നു. അപ്പോഴാണ് ഒരു പ്രൊഫഷണൽ കൊറിയോഗ്രാഫർ, ഒരു കോമ്പറ്റീഷൻ ലെവൽ കൊറിയോഗ്രാഫർ വന്ന് നമ്മളെ എത്ര ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നു, നമ്മൾ ബാക്കി ടീംസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ഏത് ലെവലിലാണ് വന്ന് കോമ്പീറ്റ് ചെയ്യുന്നത്, ആ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു ഭയങ്കര ഒരു അൾട്ടിമം കാണുന്നത് അപ്പോഴാണ്. സോ അത് തന്നൊരു ഫീല് ഭയങ്കരമായിരുന്നു. അത് എനിക്ക് ആസ് എ ഡാൻസർ, ഞാൻ ജസ്റ്റ് സ്കൂളിലൊക്കെ ആനുവലിലേക്ക് കളിക്കുന്നതെന്നല്ലാതെ അതിൽ നിന്നും എന്നെ ഒരു ഭയങ്കര പുഷ് തന്നത് ആ ഒരു കോളേജ് ടീമിലോട്ടുള്ള എൻട്രി ആയിരുന്നു. അങ്ങനെ കോളേജ് ടീമിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റേജസ് പോകുന്നു, ഒരുപാട് കോമ്പറ്റീഷൻസ് ലൈക്ക് NIT രാഗം, അതേപോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ ഫെസ്റ്റായ IIT മദ്രാസിന്റെ സാരംഗ് വിൻ ചെയ്യുന്നു. സോ ഇതുപോലെ വലിയ സ്റ്റേജസ് വിൻ ചെയ്ത് ജഡ്ജസിന്റെ അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്ത് ലൈക്ക് വി ഗെറ്റ് എ ഫീലിംഗ് ലൈക്ക് ഓ നമുക്ക് ഈ പണി പറ്റും, ലൈക്ക് വി ആർ ഗുഡ് അറ്റ് ദിസ്, പീപ്പിൾ ആർ ക്ലാപ്പിംഗ്. അതുകൂടാതെ ആ സമയത്ത് ഞാൻ സോളോ കോമ്പറ്റീഷൻസിന് ഒരുപാട് പോകാറുണ്ട്, ലൈക്ക് സോളോ, സിംഗ്രോ, ഈ കാറ്റഗറിയിലൊക്കെ ഞാൻ കോളേജ് കോമ്പറ്റീഷൻസിൽ ഫെസ്റ്റിന് പോകാറുണ്ട്. സോ ആ സമയത്തും സോളോ ഒക്കെ പോകുമ്പോൾ അറിയാം നമ്മൾ സ്വന്തമായിട്ടാണ് കൊറിയോ ചെയ്യുക. ആ സമയത്ത് ആരും പൈസ കൊടുത്തൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. സോ സെൽഫായിട്ട് നമ്മൾ തന്നെ തോന്നുന്ന പോലെ കൊറിയോ ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് അതും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനും പ്രൈസ് കിട്ടുന്നു. സംഭവം അങ്ങനെ കാണുന്ന സമയത്ത് വി ഗെറ്റ് ലൈക്ക് ഓക്കെ ഐ എം ഗുഡ് അറ്റ് ദിസ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നു. സോ അതായിരുന്നു എനിക്ക് പ്രൊഫഷണൽ ഡാൻസിങ്ങിലോട്ടുള്ള ഫസ്റ്റ് ഒരു ഇൻട്രോ. പിന്നെ അതിനുശേഷം ആ സമയത്ത് തന്നെ ഞാൻ ട്രിവാൻഡ്രത്തുള്ള പല കൊറിയോഗ്രാഫേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ലൈക്ക് ആസ് ബാക്കപ്പ് ഡാൻസർ, ലൈക്ക് റിയാലിറ്റി ഷോസിലൊക്കെ വലിയ വലിയ കണ്ടസ്റ്റൻസിന്റെ കൂടെ ബാക്കപ്പ് ഡാൻസർ ആയിട്ടും, അല്ലാതെ ചെറിയ പ്രോഗ്രാംസും ഷോസും ഒക്കെ ചെയ്യുന്ന ലൈക്ക് കോളേജ് ടൈമിൽ തന്നെ നമ്മൾ പോക്കറ്റ് മണിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു. സോ അത് വലിയൊരു എക്സ്പോഷർ ആണ് പിന്നീട് തന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ഈ ഡാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ കയറി ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് കയറി. സോ ഡാൻസ് ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം, ലൈക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു, ഡാൻസ് കരിയർ ആക്കണം. പക്ഷെ ഇങ്ങനെ ഒരു സൈഡ് എഞ്ചിനീയറിംഗ് നിൽക്കുന്നു, ഒരു സൈഡ് ഡാൻസ് നിൽക്കുന്നു, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഫൈനലായിട്ട് ദാറ്റ് ഡിസിഷൻ ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ദിസ്, ഒരു റിസ്ക് എടുക്കാം. നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുന്നതാണല്ലോ എപ്പോഴും ഒരു ഇത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഡാൻസ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഒരു ടഫ് ഡിസിഷൻ ആയിരുന്നു. പക്ഷെ എന്തോ സംതിങ് ഇൻസൈഡ് മീ ടോൾഡ് രണ്ടും കൽപ്പിച്ചങ്ങ് പോകും. സ്പെഷ്യലി മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ്, അവന്മാരും പറഞ്ഞു നീ ചെയ്യടാ. പിന്നെ ഞാൻ ഇതെന്റെ പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. പാരന്റ്സ് വാസ് ലൈക്ക് ഇത്രയും പഠിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവൻ അവസാനം ഡാൻസ് എന്നും പറഞ്ഞ് വരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നീ ഒന്ന് പോയി നോക്ക്,
ഒരു 1 year നീ നോക്ക്, എന്നിട്ട് നീ അതന്നെ തീരുമാനിക്കുക എന്നുള്ള, ലൈക്ക് ദേ ഗീവ് മീ എ ടൈം, കുറച്ചു കാലം നീ പോയി ഒന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം. ഞാൻ കോളേജ് 2015 പാസ് ഔട്ട് ആയിട്ട് ദ നെക്സ്റ്റ് ഡേ ഐ സ്റ്റാർട്ടഡ് ദിസ്. ഞാൻ ഫസ്റ്റ് ശ്രീജിത്ത് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ കൊറിയോഗ്രാഫറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു. പുള്ളിയുടെ വർക്ക്സ്, പുള്ളിയുടെ കൂടെ കൊറിയോഗ്രഫീസ് അസിസ്റ്റ് ചെയ്യുന്നു, മ്യൂസിക് എഡിറ്റിംഗ് ചെയ്യുന്നു, അതുകൂടാതെ പുള്ളിയുടെ ഷോസ് പ്രോഗ്രാംസിലൊക്കെ ഡാൻസർ ആയിട്ട് പോകുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട്. ശരിക്കും പ്രൊഫഷണലായി, ലൈക്ക് കോളേജ് കഴിഞ്ഞ് ഡാൻസിൽ ഇറങ്ങി ഫുൾ ടൈം ഡാൻസ് ആകുമ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ട് ഇതായിരുന്നു. അതിനുശേഷം എനിക്ക് വർക്ക്സ് കിട്ടി തുടങ്ങുന്നു, ഇൻഡിവിജ്വലി കൊറിയോഗ്രഫി വർക്ക്സ് കിട്ടി തുടങ്ങുന്നു. ആ കൊറിയോഗ്രഫി ലൈക്ക് കോമ്പറ്റീഷൻസ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് അത് വിൻ ചെയ്യുന്നു. അതേപോലെ ഷോസ്, ഈവെന്റ്സ്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ വർക്ക്സ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് എനിക്ക് തോന്നി, ഓക്കെ, ഇനിയിപ്പം ഈ ഒരു കംഫർട്ട് സോണിൽ നിൽക്കരുത്, വി ഷുഡ് ട്രൈ സംതിങ് എൽസ്. ലൈക്ക് ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി കുറച്ചുകൂടെ റിസ്ക് എടുത്താലേ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഐ ഡിസൈഡഡ് ടു ബിക്കം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കൊറിയോഗ്രാഫർ ആവാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ വർക്ക്സ് എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ശ്രീതേട്ടൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻഡിവിജ്വലി വർക്ക്സ് എടുത്തു. സോ അറ്റ് ദാറ്റ് ടൈം ഐ വാണ്ടഡ് എ സ്പേസ്. എനിക്ക് എൻ്റെതായ ഒരു സ്പേസ്, എൻ്റെതായ ഒരു ഡാൻസിങ് സ്പേസ് ആവശ്യമുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഫൈനലി ബിഗ് ഫുഡ് ഡാൻസ് അറീന എന്ന ഈ ഒരു ഡാൻസ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് സ്പേസ് തുടങ്ങുന്നത്. കൊറിയോഗ്രഫീസ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ആക്ച്വലി ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര റിവ്യൂ കിട്ടിയത് അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ 2 വർക്ക്സ് ഞാൻ എൻ്റെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് അവിടുത്തെ റെസനൻസ് ഡാൻസ് ക്രൂവിന് ചെയ്ത 2 കൊറിയോസ് ഉണ്ട്. ഒന്ന് ദ ഫോർഗോട്ടൺ കേരള എന്ന് പറഞ്ഞൊരു കൊറിയയും പിന്നെ ദ പ്രിസണേഴ്സ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞ 2 കൊറിയയും. ഈ 2 കൊറിയയ്ക്ക് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ കൊറിയോസ് ആണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ലൈക്ക് എങ്ങനെയായിരുന്നു ആ തോട്ട് പ്രോസസ്, ഹൗ വാസ് വർക്കിംഗ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ തീമാറ്റിക് വർക്ക്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളത് ഒരുപാട് ഭയങ്കര ചിന്തിച്ച് അങ്ങനെയല്ല, ലൈക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ഒരു എലമെന്റിനെ എടുത്ത് അതിനൊന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. സോ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുക, അതാണ് ഞാൻ ആക്ച്വലി ശ്രമിക്കുന്നത്. ഇപ്പൊ ഫോർഗോട്ടൺ കേരള എന്ന് പറയുന്ന ആ ഒരു കൊറിയോഗ്രഫി കണ്ടവർക്കറിയാം, അല്ല ഇവിടെ ഒരു ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഡാൻസ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ്, ലൈറ്റ് ഫീറ്റ്, ലോക്കിംഗ് ഹൗസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സമയത്താണ് ഞാൻ ആ കൊറിയ ചെയ്തത്. അപ്പൊ ഞാൻ ആക്ച്വലി നോക്കിയപ്പോൾ പുറത്ത് നമ്മുടെ അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അതുപോലുള്ള കൺട്രീസിൽ നിന്നും വന്ന ഈ ഡാൻസ് സ്റ്റൈൽസ് ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഐഡന്റിറ്റിയായി നമ്മളിവിടെ ബിൽഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്ന നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെ ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാർ അറിയുന്ന സ്റ്റൈൽസ് ആയ നമ്മുടെ ലൈക്ക് കഥകളി, തെയ്യം, അതുപോലെ നമ്മുടെ മാർഷ്യൽ ആർട്സ് ആയി കളരി, ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ഒരു 100 പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു 80% ആൾക്കാരും പോകുന്നത് സിനിമാറ്റിക് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റീൽസിന് വേണ്ടി ചെയ്യാനൊക്കെയാണ്. ബാക്കി ഒരു 20% ആൾക്കാരാണ് ഇപ്പം കഥകളിയോ തെയ്യോ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഒത്തന്റിക് ആർട്ട് ഫോംസ് പോകുന്നത്. സോ ഈ ഒരു തോട്ടല്ല ആക്ച്വലി, ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതൊരു തീമായിട്ട് ഐ നീഡ് ടു ടെൽ ടു ദ പീപ്പിൾ എന്നുള്ള. സോ അത് ഞാനൊരു തീമാക്കി. അത് ആക്ച്വലി അവിടെ ഭയങ്കര വർക്ക്ഔട്ട് ആയി. അത് എന്തുകൊണ്ട് വർക്ക്ഔട്ട് ആയെന്ന് വെച്ചാൽ അത് ആളുകൾക്ക് അത്രയും പെട്ടെന്ന് കണക്ട് ആയി. ഇത് നമുക്ക് മുമ്പേ നമ്മുടെ കാണുന്ന ഒരു സാധനമാണ്, അത് ഞാനൊന്ന് എടുത്ത് ഒന്ന് പോളിഷ് ചെയ്ത് അതിനൊരു വിഷ്വൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് ഓ ശരിയാണ്, സത്യമാണ്, നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒരു പോയിന്റ് ആണ്. സോ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ പ്രിസണേഴ്സ് ഇൻ ലൈഫ് എടുത്താൽ തന്നെ പ്രിസണേഴ്സ് ഇൻ ലൈഫിൽ ഞാൻ ചെയ്തത് ബേസിക് ആയിട്ട് അതിൽ 3 സംഭവങ്ങളാണ് ഞാൻ എടുത്തത്, 3 പോയിന്റ്സ് ആണ് എടുത്തത്. അതിൽ ഒരെണ്ണം പാഷൻ. ഇപ്പൊ ഞാൻ ചെയ്തൊരു സംഭവം, ഒരാൾക്ക് ആളുടെ ആഗ്രഹം എന്താണോ അതായി തീരാൻ പറ്റുന്നില്ല, മറിച്ച് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലാതെ അയാൾക്കൊരു സിംഗർ ആവണം, ഡാൻസർ ആവണം എന്ന് പറയുമ്പോഴത്തേക്കും സൊസൈറ്റി പറയുന്നു അതല്ല, ഇതാണ് ആവേണ്ടത് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചെയ്യുന്നു. ഒരാൾ ജനിച്ച് വീഴുന്നത് ഒരു റിലീജിയനിലോട്ടാണ്, അയാൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ല. ആൾ ജനിച്ച് വീഴുന്ന സമയത്ത് ഓക്കെ, ഐ എം എ മുസ്ലിം, ഐ എം എ ക്രിസ്ത്യൻ, പാരൻസ് അതായത് ഞാനും അതാണ്, അല്ലാതെ ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ചൂസ് എ റിലീജിയൻ. അതേപോലെ ഇത്
നമ്മുടെ ലവ് എന്നുള്ളത്, ഞാൻ അതിൽ ഒരാൾക്ക് ഗേ ആവണോ ലെസ്ബിയൻ ആവണോ സ്ട്രെയിറ്റ് ആവണോ എന്നുള്ളത് അത് ആളുടെ ചോയ്സ് ആണ്. അയാൾ ഒരു ഗേ ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അയാളുടെ അടുത്ത് പാടില്ല, അത് നല്ലതല്ല എന്ന് പറയുന്നതല്ല ആക്ച്വലി. അപ്പൊ ഇത് ചുറ്റും ഇങ്ങനെ കാണുന്ന 3 പോയിന്റ്സ് എടുത്ത് ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി ആലോചിച്ചപ്പോൾ യെസ്, അപ്പൊ നമ്മളൊരു പ്രിസണർ അല്ലേ, നമ്മളൊരു ജയിലിൽ നിൽക്കുകയാണല്ലോ ശരിക്കും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ആക്ച്വലി ജയിലിലാണ്. ജയിലിലുള്ള ആൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, ബാക്കിയുള്ളവർ പറയുന്ന ആൾ കേൾക്കണം. അപ്പൊ ഈ തോട്ട് ഞാൻ ടോട്ടൽ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു തീമാക്കി. When I grow up, I want to be a dancer. When I grow up, I want to be a martial artist. When I grow up, ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും എല്ലെ ചൊല്ലി. അപ്പൊ ആക്ച്വലി ഇങ്ങനെ വ്യക്തികൾ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും. അവരൊക്കെ ആക്ച്വലി പ്രിസണേഴ്സ് ആണ്. അവരൊക്കെ ഈ ലോകത്ത് പ്രിസണർ ആയിട്ടാണ് ജീവിക്കുന്നത്. ദേ ഹാവ് നോ ഫ്രീഡം. അപ്പം പ്രിസണേഴ്സ് ആയി ജീവിക്കാതെ വി ഷുഡ് ലൈക്ക് ബ്രേക്ക് ദാറ്റ് ചെയിൻസ് ആൻഡ് വി ഷുഡ് ഫ്ലൈ. അതാണ് ഞാൻ ആക്ച്വലി ആ തീമിൽ ഉദ്ദേശിച്ചത്. അത് ഒരുപാട് പേർക്ക് കണക്ട് ആയി. ഒരുപാട് പേര് കണ്ടിട്ട് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാടാ എനിക്കത് ഭയങ്കര കണക്ട് ആയി പേഴ്സണലി എന്ന് പറഞ്ഞു. സോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് കൂടുതൽ ഓക്കെ, ഇത് എനിക്ക് ഐ ക്യാൻ ഫീൽ ദാറ്റ്. അപ്പൊ കൂടുതലും ഞാൻ നോക്കുന്ന ആളുകൾക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എടുക്കുക. അതിലൂടെ ശരിക്കും സൊസൈറ്റിക്ക് അറിയാം ഇങ്ങനൊരു സംഭവം, പക്ഷെ എന്നാലും അതിനൊരു വിഷ്വൽ ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ആക്ച്വലി ഞാൻ ചെയ്യുന്ന തോട്ട് പ്രോസസ്. പിന്നെ കൂടുതലും ഞാൻ ഇപ്പം അല്ലാതെ ഹിപ്പ് ഹോപ്പ് കൊറിയോസ് അല്ലെങ്കിൽ കുറച്ച് നോൺ തീമാറ്റിക് കൊറിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഓഡിയൻസ് സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ജഡ്ജസ് സൈഡിൽ നിന്നും ചിന്തിക്കും, പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുക ഭയങ്കരമായിട്ട്. അല്ലാതെ അതിൽ ഒരുപാട് ടെക്നിക്കാലിറ്റി കയറ്റുക, ഒരുപാട് ഭയങ്കര ടെക്നിക്കലായി ചെയ്യുക, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ കൂടുതലും നോക്കുന്ന ഓഡിയൻസ്, കാണുന്ന ഓഡിയൻസ് കളിക്കുന്ന പെർഫോമൻസ് ഫസ്റ്റ് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ആ എൻജോയ്മെന്റ് കൂടെ ഓഡിയൻസും ട്രാവൽ ചെയ്യണം. സോ മാക്സിമം ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക. അതിൽ എന്തൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. പിന്നീടാണ് ഞാൻ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയസിലോട്ടിലേക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ നോക്കുന്നത് അതിന്റെ ഒരു ഔട്ട്, ഓഡിയൻസിലോട്ട് അത് എത്തുന്നത്, ഓഡിയൻസ് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഓഡിയൻസ് ലെവലിൽ നിന്നാണ് ഞാൻ എപ്പോഴും കൊറിയോഗ്രാഫി ചെയ്യുന്നത്, ജഡ്ജ്മെന്റ് പോയിന്റ് വ്യൂ എന്നല്ല. നെക്സ്റ്റ് വിഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം സ്റ്റുഡിയോ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ ഇനിയും ഒരുപാട് ഗ്രോ ചെയ്യണം. ലൈക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിക്കണം, ഈ കൾച്ചർ കണ്ടിന്യൂ ചെയ്യണം. ഈവൻ ഇപ്പം ഇവിടെ ഇപ്പോൾ ക്ലാസ്സസ് ഞാൻ എടുക്കുന്ന വളരെ കുറവാണ്. ഞാൻ കുറച്ച് പേഴ്സണൽ ക്ലാസ്സസ് മാത്രം എടുക്കുന്നത്. ഞാൻ കൂടുതലും കൊറിയോഗ്രഫി ഓറിയന്റഡ് ആണ്. പക്ഷേ എനിക്ക് പുതിയ ഫാക്കൽറ്റീസിന് ഇവിടെ, എൻ്റെ സ്റ്റുഡൻസിനെ തന്നെ ഇവിടെ ഫാക്കൽറ്റീസ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ അവരിൽ നിന്നും പുതിയ ആൾക്കാർ പഠിക്കട്ടെ, അവരിവിടെ ഫാക്കൽറ്റീസ് ആയി വരട്ടെ, അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ വരട്ടെ. അങ്ങനെ ഒരു കണ്ടിന്യൂം ഇതിന് വരണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ആൻഡ് ദ ഫാമിലി ഷുഡ് ഗ്രോ ബിഗർ ആൻഡ് ബിഗർ. ഇവിടെ വരുന്ന എല്ലാ ക്ലയൻസും, അതിപ്പോ നമ്മളിപ്പോ സ്റ്റുഡിയോയിൽ എല്ലാ ഏജ് ഗ്രൂപ്പിനും, ഇപ്പം ചെറിയ 5 വയസ്സുള്ള കുട്ടി മുതൽ വലിയ പ്രായമുള്ള ആൾക്കാർക്ക് വരെ എല്ലാ കൈൻഡ് ഓഫ് ഡാൻസ് സ്റ്റൈൽസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ്. സോ എല്ലാവരും ഡാൻസ് എന്ന് പറയുന്നത് ഒരു വളരെ എൻജോയ് ചെയ്ത് ചെയ്യട്ടെ എന്നുള്ളൊരു ആഗ്രഹം. സോ എല്ലാവരും ഡാൻസ് ചെയ്യട്ടെ, എല്ലാവരും ഡാൻസ് കളിക്കുക, ആ ഒരു ആഗ്രഹം. സോ ഇവിടെ മാക്സിമം എഡ്യൂക്കേഷൻ വൈസ് ഇവിടെ മാക്സിമം ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ ഇനിയും ഈ സ്റ്റുഡിയോനെ വളർത്തുക ആൻഡ് കൂടുതൽ ബ്രാഞ്ചസ് സ്റ്റുഡിയോയ്ക്ക് ഓപ്പൺ ചെയ്യാം. ബിക്കോസ് ഇതിപ്പം ഞങ്ങൾക്ക് ഒറ്റൊരു സ്റ്റുഡിയോ ആണുള്ളത്, കുറവങ്കോണത്ത്, ട്രിവാൻഡ്രം കുറവങ്കോണത്ത് ഒരു സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. സോ ഇത് ഇനിയും ബിൽഡ് ചെയ്യാം, ഒരുപാട് വേറെ സ്ഥലങ്ങളിലോട്ട് ഇത് ബിൽഡ് ചെയ്ത് ഈ ഒരു ലൈക്ക് ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ രീതി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം കുറച്ചുകൂടെ ഗ്രോ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈവെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ബാറ്റിൽ ശരിക്കും ഫസ്റ്റ് ഒരു ബാറ്റില് കേരളത്തിൽ ഹെവി ആയിട്ട് നടന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ആദ്യത്തെ ബാറ്റിൽ തന്നെ, കേരളത്തിലെ ഫസ്റ്റ് ബാറ്റിൽ നടന്നത് CT കോളേജിലാണ്. അന്നത് ഹോസ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അതായിരുന്നു കേരളത്തിലെ ഫസ്റ്റ് ബാറ്റിൽ. അതൊരു ബ്രേക്കിംഗ് ബാറ്റിൽ, CT ധ്വനിക്കായിരുന്നു അത് നടന്നത്. ഒരുപാട് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നൊക്കെ ടീംസ് വന്നു. നമ്മൾ DR പ്രൂവിലെ മിത്തായിരുന്നു ജഡ്ജ്. അപ്പൊ അതായിരുന്നു ശരിക്കും ഫസ്റ്റ് ബാറ്റിൽ. അപ്പൊ അന്ന് എനിക്ക് അതിലോട്ട് ഇൻസ്പിറേഷൻ കിട്ടിയത് ഞാൻ IIT മദ്രാസിലെ സാരംഗിന് പോയ സമയത്ത് അവിടെ ബാറ്റിൽ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഈ കൾച്ചർ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലില്ലാന്ന്. അപ്പൊ ഞാൻ ഇവിടുത്തെ ബോയേഴ്സ് ആയ അശ്വിനൊക്കെ ഉണ്ട്, അശ്വിൻ്റെ അടുത്തൊക്കെ അശ്വിനൊക്കെ കനാക്കുന്നിൽ പ്രാക്ടീസ് ചെയ്യാൻ വരും സ്ഥിരം. ഇപ്പൊ ഒരു ദിവസം അശ്വിൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്രേക്കിംഗ് ബാറ്റിൽ ഇങ്ങനെ നടത്തുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ അശ്വിൻ പറഞ്ഞു, ചെയ്യൂ ബ്രോ,
നമുക്ക് സപ്പോർട്ട് ചെയ്യാം, നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാം. സോ അങ്ങനെ ആദ്യമായിട്ട് ഒരു ബ്രേക്കിംഗ് ബാറ്റിൽ CET നടന്നപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസ് അടിപൊളിയായിരുന്നു. ഫിനാൻഷ്യലി അത് വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല, കാരണം അത് ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ കോളേജ് ഈവന്റ് ആയതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ലാതെയൊക്കെ പോയി. അതിനുശേഷം എനിക്ക് ഇത് സ്കെയിൽ അപ്പ് ചെയ്ത് വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടാതെ ഇരിക്കുകയായിരുന്നു. സോ ഫൈനലി ബിഗ് ഫുട്ട് തുടങ്ങിയ സമയത്ത് ഇതിന്റെ ഓപ്പണിംഗ് ഈവന്റ് ആയിട്ട് ഹൈപ്പപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഈവന്റ് നടത്തി. ഹൈപ്പപ്പ് സീസൺ 1. അത് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, ബാറ്റിൽസ് ഉണ്ടായിരുന്നു. അത് ഫേമസ് ക്രൂവിലെ തനൂജും പൃഥ്വിയൊക്കെ ആയിരുന്നു മെയിൻലി വന്നത്. പിന്നെ ലൈക്ക് 4 കാറ്റഗറിയിൽ കോമ്പറ്റീഷൻസ് അല്ല, സോറി, ബാറ്റിൽസ് ഉണ്ടായിരുന്നു. അതൊരു വലിയ സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നു. അതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടന്നതിൽ നിന്നും ഒരു ലെവൽ ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റി. നല്ല ഹ്യൂജ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. സോ അത് വളരെ ഒരു ബൂസ്റ്റ് തന്നു. അപ്പൊ ഈ ഒരു സ്റ്റുഡിയോയിലെ ചെറിയൊരു സ്പേസിന്റെ അകത്ത് തന്നെ അത്ര വലിയൊരു ഈവന്റ് നടത്തിയപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം തോന്നിയിട്ട് ഹൈപ്പപ്പ് സീസൺ 2 നമ്മൾ ചെയ്തായിരുന്നു. ആൻഡ് ഹൈപ്പപ്പ് സീസൺ 2 വാസ് ടു ബിഗ്. ഭയങ്കര വലിയൊരു ഈവന്റ് ആയിരുന്നു. അഭിഷേക് ദാസ്, ദിവ്യ ഈശ്വർ ഒക്കെ പോലത്തെ വലിയ ഫാക്കൽറ്റീസ്, ഒരുപാട് നാഷണൽ ലെവൽ ഫാക്കൽറ്റീസ് വന്നു. നമ്മുടെ ബാറ്റിലാണെങ്കിൽ പോലും ഈവൻ മുംബൈയിൽ നിന്ന് വരെ നമുക്ക് പാർട്ടിസിപ്പേഷൻ വന്നിരുന്നു. മുംബൈയിൽ നിന്ന് ഒരാൾ ഇവിടെ ബാറ്റിലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ വരുന്ന ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു. ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് റെഡ് ബുൾ BC വിന്നറായ നമ്മുടെ ടൊർണാഡോ രമേശ് ആയിരുന്നു നമ്മുടെ ബ്രേക്കിംഗ് ജഡ്ജ്. സോ അത് വളരെ സ്കെയിലപ്പ് ചെയ്യാൻ നടത്തിയപ്പോൾ അവിടുത്തെ ലൈക്ക് അന്ന് വന്ന ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും അവർ പറഞ്ഞു ഇത് അടിപൊളിയായിട്ടുണ്ട്, കേരളത്തിൽ ഇനിയും സീൻ ഗ്രോ ചെയ്യണം എന്ന് പറഞ്ഞു. സോ അന്ന് ആക്ച്വലി അത് എനിക്ക് ഫിനാൻഷ്യലി ഒരു ലോസ് ആയിരുന്നു. പക്ഷെ ഫിനാൻഷ്യൽ ലോസ് ആയിരുന്നെങ്കിൽ പോലും ഒരു ആത്മസംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയില്ല, ലൈക്ക് ഐ ഡിഡ് സംതിങ് ഫോർ ദ കമ്മ്യൂണിറ്റി. നമുക്ക് അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ലൈക്ക് ഫ്രീ സ്റ്റൈൽ ഡാൻസേഴ്സ്, ബാറ്റിൽസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ബാറ്റിൽസിൽ ഇറങ്ങാനായിട്ട് അത്രയും താല്പര്യപ്പെടുന്ന, വർക്ക്ഷോപ്സ് എടുക്കുന്ന. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ പോലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കൂടുതലും കൊറിയോഗ്രഫി ഓറിയന്റഡ്, സ്റ്റുഡിയോ ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു സൈഡിൽ നിൽക്കുന്നവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റുക, അങ്ങനെ കമ്മ്യൂണിറ്റി ഒന്ന് ഗ്രോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അങ്ങനെ ഹൈപ്പപ്പ് 2 വലിയ രീതിയിൽ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലോസ് വന്നാലും കുഴപ്പമില്ല, ഇനിയും ഹൈപ്പപ്പ് നടത്തും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഈ കോവിഡ് വന്ന്, പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ വന്നെങ്കിലും നമുക്ക് ഹൈപ്പപ്പ്, കാരണം ഞാൻ മൈൻഡിൽ കണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ ഹൈപ്പപ്പ് നടത്താനുള്ള ഒരു സിറ്റുവേഷനിൽ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഹൈപ്പപ്പിന്റെ ഒരു കംബാക്ക് ഞാൻ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈവൻ എൻ്റെ കൂടെ നിൽക്കുന്നവരും ചോദിക്കുന്നുണ്ട് എന്നാണ് ഹൈപ്പപ്പ്. അന്ന് ഹൈപ്പപ്പ് 2 അറ്റൻഡ് ചെയ്തവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്നാണ് ഈ ഹൈപ്പപ്പ് വരുന്നതെന്ന്. ബിക്കോസ് ട്രിവാൻഡ്രത്ത് അതുപോലെ വലിയൊരു ഈവന്റ് ശരിക്കും നടന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരുപാട് ചെറിയ ചെറിയ ബാറ്റിൽസ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അതുപോലത്തെ ഒരു വലിയ ഈവന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. തൃശ്ശൂരിലെ മൈസെൽഫ് ആൻഡ് മൈ മൂവ്സ് അവർ ചെയ്യുന്നുണ്ട്, DDF അവർ ഓരോ ടൈം ചെയ്യുമ്പോഴും സ്കെയിൽ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഐ ഹാപ്പി ടു സീ ദാറ്റ്. സോ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവർ അവരുടെ ഒരു സെഗ്മെന്റിൽ അവർ അടിപൊളിയായിട്ട് ഒരു കൾച്ചർ ലൈക്ക് DDF ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടുവരുമ്പോൾ നമ്മളിവിടെ ഹൈപ്പപ്പ് അതേപോലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നായിരുന്നു. സോ ഇറ്റ് വാസ് ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ്. അവർ ഡിസംബറിലായിരുന്നു, നമ്മുടെ ഒരു സെപ്റ്റംബർ ടൈമിലായിരുന്നു. സോ ഞങ്ങളത് പറയാറുണ്ട്, സുമേഷും ജിഷ്ണുമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഹൈപ്പപ്പ് ഉണ്ട്, അപ്പോൾ അവരുടെ DDF ഉണ്ട്, വരണം. ആ രീതിയിൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പം സോ വീണ്ടും അവർ അതിങ്ങനെ ശരിക്കും കൊണ്ട് ഇത്തവണത്തെ DDF ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തു. സോ അതുപോലെ വീണ്ടും ഹൈപ്പപ്പ് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ പ്രോബബ്ലി ദിസ് ഇയർ അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിൽ ഹൈപ്പപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. സോ ഈവൻസിൽ അതാണ് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പേഴ്സണലി കൊറിയോഗ്രഫി ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം കോമ്പറ്റീഷൻസ്, ഷോസ്, ഈവൻസ് ആ ഒരു കാറ്റഗറി ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയതായിട്ട് കുറെ പഠിക്കുന്നു അതിൽ നിന്നും. പക്ഷെ പുതിയ സെഗ്മെന്റ്സിലോട്ട് ഇറങ്ങണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പം മൂവീസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ മൂവീസിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നോക്കുന്നുണ്ട്. അതിനുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു. ഇത്ര കാലം ഞാൻ അതിനു വേണ്ടി നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം മൂവീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ക്യാമറയിലൂടെ നമ്മൾ ലൈവ് ഡാൻസ് ചെയ്യുന്നത് പോലെയല്ല, ക്യാമറയിലൂടെ ഒരു ഡാൻസ് അതിന്റെ ആംഗിൾസും ഫ്രെയിംസും, അത് ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ ആ ഒരു സെഗ്മെന്റ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അറൗണ്ട് ദ വേൾഡ് ട്രാവൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. നല്ലൊരു ഡാൻസ് പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്ഷൻ കൊണ്ട് അറൗണ്ട് ദ വേൾഡ് ട്രാവൽ ചെയ്തിട്ട് ആ പ്രൊഡക്ഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ള
ആഗ്രഹമുണ്ട്. സോ ആസ് എ കൊറിയോഗ്രാഫർ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സെഗ്മെന്റ്സിലൊക്കെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒന്നും വിടാൻ താല്പര്യമില്ല, എല്ലാം എനിക്ക് അറിയണം, അറിഞ്ഞേ പറ്റൂ, എല്ലാത്തിൻ്റെ രുചി എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു ലൈഫേ ഉള്ളൂ, ആ ലൈഫിൽ ഞാൻ ഇതാവണം എന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു, ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പലർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റി. എന്നെ കണ്ടിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന കുറച്ച് പേര് ഉണ്ട്, അവരെൻ്റെ അടുത്ത് ഒന്ന് പറയാറുണ്ട്. സോ അതിൽ തന്നെ അവർക്ക് ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ ആവുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്നെ കണ്ടിട്ട് ഓക്കെ ചേട്ടന് പറ്റിയ പോലെ എനിക്കും ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ വാടാ ചെയ്യടാ എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ബിക്കോസ് ഐ ആം സസ്റ്റൈനിങ് വിത്ത് ദിസ് പ്രൊഫഷൻ. സോ ഇത് ഇങ്ങനെ നിർത്താൻ താല്പര്യമില്ല. ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ സെഗ്മെന്റിലും ഒന്ന് കയറി ഇറങ്ങി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് രുചിച്ചറിയണം എന്ന ആഗ്രഹമുണ്ട്. സോ നിർത്തൂല, എല്ലാം അവസാനം വരെ തന്നെ ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ്. എത്ര കാലം ശ്വസിക്കുന്നു അത്രയും കാലം ഡാൻസിൽ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ മേഖലകളിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ മേഖലകളിൽ പഠിക്കാൻ പറ്റുമോ, എത്രത്തോളം പഠിക്കാൻ പറ്റുമോ, അതെല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത്ര തന്നെ. Black leather glove, no sequin. Buckles on the jacket, it's elite shit. Nike crossbody got a piece in it. Gotta dance, but it's really on some street shit. I'ma show you how to get it. It go right foot up, left foot slide, left foot up, right foot slide. Basically I'm saying either way we bout to slide. Hey, can't let this one slide. Hey. So thanks a lot to Hip Hop Nation for this opportunity. It was a good session. I really enjoyed it. So everyone, this is Bigfoot Dance Arena. So നിങ്ങൾക്ക് എന്ത് ഡാൻസ് നീഡ്സ് ഉണ്ടെങ്കിലും ഡാൻസ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലും you can come directly to Bigfoot Dance Arena. You can follow us in YouTube, Facebook and Instagram. So just follow Bigfoot Dance Arena and keep dancing, keep moving. Peace out.